നമ്മുടെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്നേ നമ്മൾ വിളിക്കുകയുള്ളൂ ഏതൊരു മലയാളിയും. അതെന്തോ ലാലേട്ടനോട് നമ്മുടെ വീട്ടിലെ നമ്മുടെ ആരോ ആണെന്ന് ഏത് കൊച്ചു വീച്ചടക്കം എല്ലാവർക്കും ലാലേട്ടൻ എന്തെന്ന് വിളിക്കുമ്പോൾ എന്തോ നമ്മുടെ, കാരണം അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന പടങ്ങൾ ഏതൊരു മലയാളിയെപ്പോലെ നമുക്കും ഈ ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ, പ്രത്യേകിച്ച് ലാലേട്ടനാ ഇങ്ങനെ അവാർഡ് മേടിക്കുമ്പോഴും നമുക്ക് ശരിക്കും ഒരു മലയാളി എന്ന രീതിയിൽ നമ്മുടെ രോമം എണീറ്റുന്ന എത്ര പേരുണ്ടെന്ന് കൈയടിച്ച് നോക്കട്ടെ. ഒരു വല്ലാത്ത ഫീലായിരുന്നു. ഓ, ലാലേട്ടനോടൊരു ഇൻ്റർവ്യൂവിൽ ആരോ ചോദിച്ചു, എല്ലാ അവാർഡും കിട്ടിയില്ല, പത്മശ്രീ, പത്മഭൂഷൺ, നാഷണൽ അവാർഡ് ഒരു 5-6, സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല, അത്രയും എണ്ണാൻ പറ്റാത്തത്ര. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഈശ്വരാനുഗ്രഹം. പിന്നെ എന്താ പറയുക, ഞാനിപ്പോഴും 1978 ആ തിരനോട്ടം എന്ന സിനിമയിലെ ആ കൊച്ച് അഭിനയം എന്താണെന്നറിയത്തില്ലാത്ത ആ കൊച്ച് പയ്യൻ തന്നെയാണെന്ന് പറയുന്ന ആ ഒരു എളിമ, വിനയം, അതൊക്കെ ലാലേട്ടനിൽ മാത്രം കാണാൻ പറ്റുന്ന കാര്യമാണ്. വെറുതെയല്ല അദ്ദേഹത്തെ നമ്മൾ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് അധികം വൈകാതെ തന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്യുക, അതും തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ, നമ്മുടെ സ്വന്തം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാട്ട് പാടാൻ സിനിമയിൽ പറ്റിയിട്ടുണ്ട്, സ്റ്റേജ് ഷോസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഞാൻ